ആദ്യമൊക്കെ ഞാൻ ഓർക്കിഡ് ചെടികൾ വളർത്തുന്നതിന് അത്ര ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. അത് എൻ്റെ മനസ്സിൽ അത് വളരെ ഡിലേയ്ഡായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റായിട്ടാണ് തോന്നിയിരുന്നത്. അത് സത്യവും തന്നെയാണ്. കാരണം അത് മറ്റുള്ള ചെടികൾ നട്ട് വളർത്തി പൂക്കൾ ഉണ്ടാകുന്നത് പോലെ അത്ര എളുപ്പത്തിൽ അതിൻ്റെ പൂക്കൾ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യകാലത്തൊക്കെ ഓർക്കിഡിന് വലിയ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാൻ ഗാർഡനിൽ ഓരോരോ പ്ലാന്റ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഓർക്കിഡുകളെ വളരെ കാര്യമായിട്ട് വാച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഒബ്സർവ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്ത ശേഷം ഓർക്കിഡ് ചെടികളെ എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ആ പ്ലാന്റ്സിനെയൊക്കെ കളക്ട് ചെയ്യണമെന്ന് തോന്നുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഓർക്കിഡ് പ്ലാന്റ്സൊക്കെ കയ്യിൽ കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഒത്തിരി തൈകളൊക്കെ റെഡിയാക്കി ഞാൻ ഇലാബറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇനി പുതിയ പുതിയ പ്ലാന്റ്സ് ഓർക്കിഡിൻ്റെ പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങിക്കാനും ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ് അങ്ങനെയുള്ള പല വെറൈറ്റികളും വാങ്ങാനും ഒക്കെ ഇൻട്രസ്റ്റ് തുടങ്ങിയത് അങ്ങനെയാണ്.